ഈസ്റ്റ് വെച്ച് ഉണ്ടാക്കുന്ന ബട്ടൂരയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഈസ്റ്റ് ഇട്ടുള്ള ബട്ടൂരയാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു അരക്കപ്പ് പാല്, അതായത് 125 ml പാലിലേക്ക് കുറച്ച് ഈസ്റ്റ് ഇടാം. 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത്. ചെറിയ ചൂടുപാലാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഷുഗറൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. വേറൊരു ബോൾ എടുക്കാം. ഇതിലേക്ക് 1.5 കപ്പ് മൈദ, മെഷറിംഗ് കപ്പിൽ 1.5 കപ്പ് മൈദ. ഒരു കപ്പ് എന്ന് പറയുമ്പോൾ 120 ഗ്രാം വരും. 180 ഗ്രാംസാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, 1.5 ടേബിൾ സ്പൂൺ ബട്ടർ നന്നായിട്ട് റബ്ബ് ചെയ്യുക. നമ്മൾ ഈസ്റ്റിന് പകരം ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ള ബട്ടൂരയുടെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ മതി. ബട്ടർ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ചെറിയൊരു ഡിപ്പ് ഉണ്ടാക്കുക. ഒരു കുഴി പോലെ ഉണ്ടാക്കിയ ശേഷം അതിലേക്ക് പൊങ്ങാൻ വെച്ചിരുന്ന പാല് ചേർക്കാം. ഈസ്റ്റ് മിക്സ്ചർ. അതേപോലെ തന്നെ ഒരു പകുതി മുട്ടയാണ്. ഒരു മുട്ട എടുത്തിട്ട്, ഒരു ഫുൾ മുട്ട എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ പകുതി എടുക്കുക. ഡബിൾ ചെയ്യുവാണെങ്കിൽ ഒരു മുട്ട മതിയാവും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒത്തിരി സ്റ്റിക്ക് ചെയ്യാൻ തോന്നുവാണെങ്കിൽ കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ റെസിപ്പി എനിക്ക് ഷെയർ ചെയ്തത് സൗത്ത് ആഫ്രിക്കയിലുള്ള കൊച്ചുവാവ് ചേച്ചിയാണ്. കൊച്ചുവാവ് ചേച്ചി നല്ലൊരു കുക്കാണ്. കൊച്ചുവാച്ചിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇത് കുറച്ച് നെയ്യോ എണ്ണയോ തൂത്ത ശേഷം നല്ലൊരു തുണിയിട്ട് കവർ ചെയ്ത് വെക്കാം. ഇത് ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്ത് വെച്ചതാണ്. ഒരു 3 മണിക്കൂർ മുമ്പ് കുഴച്ച് വെച്ചിരുന്ന ഡോ ആണ്. ഇതേപോലെ ഇരിക്കും. ഇത് പഞ്ച് ചെയ്ത് അതിൻ്റെ എയർ കളയുക. നമ്മൾ പൊങ്ങാൻ വെക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഡബിളാണ്. ഓരോ ടെമ്പറേച്ചറിലും ഓരോ വെതറിലും നമുക്ക് പൊങ്ങുന്ന സമയം വ്യത്യാസം വരും. നല്ല തണുപ്പുള്ളിടത്തൊക്കെയാണ് 4 മണിക്കൂർ എടുക്കും. അല്ലെങ്കിൽ 2 hours 3 hours ആ രീതിയിലൊക്കെ പൊങ്ങും. ഡബിൾ സൈസ് ആകുന്ന വരെ നോക്കിയിട്ട് എടുക്കുക. ബട്ടൂര നമുക്ക് ഒന്നുകിൽ പൂരി പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം, അല്ലെങ്കിൽ പൊടിയിട്ടിട്ട് നമ്മൾ സാധാരണ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചെയ്യാം. ഈ സമയം കൊണ്ട് തന്നെ ഞാൻ എണ്ണയും കൂടെ ചൂടാക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ന്യൂട്രൽ ഓയിൽ ഏതും ഉപയോഗിക്കാം. നമ്മൾ ചെറിയ സൈസിലുണ്ടാക്കുന്നുണ്ട്. 10 ഡിവൈഡ് ചെയ്തു. ഓരോന്നും ബോളാക്കി എടുക്കുക. ഇത് നന്ന തുണിയിട്ട് തന്നെ കവർ ചെയ്യാം. ഓരോന്നെടുത്ത് പരത്തിയെടുക്കാം. പൂരിയെക്കാട്ടിലും കുറച്ചും കൂടെ കനത്തിൽ വേണം പരത്താൻ. ഇതേപോലെ എല്ലാം പരത്തിയെടുക്കുക. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ നോക്കാനായിട്ട് ചെറിയതായിട്ട് മാവ് ചെറിയൊരു പീസ് ഇടാം. ചൂടായിട്ടുണ്ട്. പെട്ടെന്ന് പൊങ്ങി വരുവാണെങ്കിൽ ആയിട്ടുണ്ട്. പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഇതുപോലെ പൊങ്ങി വരും.
രണ്ട് സൈഡും ചെറുതായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ബട്ടൂര ഈസ്റ്റ് വെച്ച് ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചുവ ചേച്ചിയാണ് എനിക്ക് ഈ റെസിപ്പി തന്നെ. അപ്പോൾ കൊച്ചുവ ചേച്ചി പറയുന്നത് ഇതിൻ്റെ കൂടെ ഫിഷ് മോളി നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അതുകൂടാതെ നമുക്ക് ചിക്കൻ റോസ്റ്റ്, ചന്ന മസാല അങ്ങനെയുള്ള കറികളിലൂടെയും ഇത് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.